ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ പൂർണ്ണ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുകയാണ്. 2019 സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചത്. കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം ഇന്നു മുതൽ നിലവിൽ വരും. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. വളരെ നിർണായകമായ ഒരു ദിവസമാണെന്ന്. ഗുഡ് മോർണിംഗ് നിതിൻ, വിശദാംശങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. SKN സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു ദിവസമാണിന്ന്. കാരണം ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിന് കൈമാറും. ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണം നടത്തുകയും അതിനുശേഷം ഒരു പൂർണ്ണ റിപ്പോർട്ട് ഇന്നിപ്പോൾ ഹൈക്കോടതിക്ക് സമർപ്പിക്കുക. ഇതിനെ തന്നെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരും. നമുക്കറിയാം ഇതിനും തന്നെ പുറത്തുനിന്ന് വിവരങ്ങളൊക്കെ തന്നെ ഏറെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്നിപ്പോൾ പുറത്തുനിന്ന റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ കണ്ടെത്തലുകൾ ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തും ഉണ്ടാകും എന്നെ സംബന്ധിച്ച് കേസിന്റെ നിർണായകമായ ഒരു കാര്യമാകും. അത് ഹൈക്കോടതി നിയോഗിച്ച ഒരു അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നിയോഗിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന് ഈ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമാകും ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തുടർ നീക്കം ഉണ്ടാവുക. എന്തായാലും കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ ഈ ഒരു പ്രതിസ്ഥാനത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ ഉണ്ണികൃഷ്ണ പോറ്റി മാത്രമല്ല, കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് നേരത്തെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഏതൊക്കെ തലങ്ങളിൽ ഈ ഒരു പങ്കുണ്ടായിട്ടുണ്ട്, ഉന്നത ബന്ധങ്ങൾ ഇതിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത്. മാത്രമല്ല ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളുണ്ട്. സ്വർണം ഇപ്പോൾ ആർക്ക് കൈമാറി, മാത്രമല്ല ഇത് എവിടേക്ക് കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉയരുന്ന ചോദ്യം. 2019 സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ദേവസ്വം വിജിലൻസിന്റെ അല്ലെങ്കിൽ വിജിലൻസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തും കൃത്യമായ രീതിയിൽ ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ സ്വർണം ഈ പാളികൾ തിരികെ വെക്കുമ്പോഴും ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ വിജിലൻസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്താതെയുള്ള നടപടിക്രമങ്ങൾ ആർക്ക് വേണ്ടി തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിൽ ദേവസ്വം ഉദ്യോഗസ്ഥർക്കുള്ള പങ്ക് എത്രത്തോളം ഉണ്ട് എന്നത് ഇന്നത്തെ റിപ്പോർട്ട് കൂടി മനസ്സിലാക്കും. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാകും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിയോഗിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് കൈമാറുക. പിന്നീട് തുടർ നടപടിയിലേക്ക് എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം കടക്കും. എന്തായാലും സ്വർണ്ണപ്പാളി മോഷണം ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പങ്ക് വ്യക്തമാവുന്ന ഒരു റിപ്പോർട്ട് എന്തായാലും ഇന്ന് ഹൈക്കോടതി കൈമാറും. തുടർന്നാകും ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം മുന്നോട്ട് പോവുക. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.